1999 മെയ് 25 ശരത് പവാർ, PS ആത്മ, താരിഖ് അൻവർ എന്നിവർ കോൺഗ്രസ് വിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപവൽക്കരിച്ചത്. സോണിയാഗാന്ധിയുടെ വിദേശ പൌരത്വ പ്രശ്നം ഉയർത്തിയാണ് മൂവരും കോൺഗ്രസിൽ നിന്നും പുറത്താവുന്നത്. NCP വേറൊരു പാർട്ടിയായാലും കോൺഗ്രസുമായി നിരവധി തവണ സഖ്യമുണ്ടാക്കുന്നതിന് ശരത് പവാർ മടിച്ചില്ല. എന്നാൽ ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ ശരത് പവാർ കൂട്ടാക്കിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുള്ള പ്രതികരണമാണ് ശരത് പവാർ നടത്തിയിരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെന്ന ആരോപണമാണ് മിക്കപ്പോഴും ശരത് പവാർ ഉന്നയിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് സ്ഥിരതയില്ലെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തിന് നരേന്ദ്രമോദിക്ക് ബദലാകാൻ രാഹുൽ ഗാന്ധിക്ക് ആവില്ലെന്നും 2017 ഏപ്രിലിൽ ഒരു ദേശീയ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ശരത് പവാർ പറയുന്നു. ഈ നിലപാടാണ് അദ്ദേഹം ഒരു പതിറ്റാണ്ടായി പുലർത്തിപ്പോരുന്നതും. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം രാഹുൽ ഗാന്ധിയിലെ നേതാവിനെ ശരത് പവാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മോഡിക്ക് ബദൽ രാഹുൽ തന്നെയെന്ന് ശരത് പവാർ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല, മഹാരാഷ്ട്ര സീറ്റ് വിഭജനത്തിൽ തങ്ങൾക്ക് മേൽക്കോയ്മയുണ്ടെന്ന മുൻവാദം രാഷ്ട്രീയത്തിലെ ഈ പടക്കുതിര മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. BJPക്ക് ബദൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി തന്നെയെന്ന് പറയുന്ന ശരത് പവാർ ഫെഡറൽ ഫ്രണ്ട് നീക്കങ്ങൾ തള്ളിക്കളയുന്നു. ഒരിക്കൽ പക്വതയില്ലെന്ന് താൻ നിരീക്ഷിച്ച രാഹുൽ ഗാന്ധിയുമായാണ് ശരത് പവാർ സീറ്റ് വിഭജന ചർച്ച നടത്തിയത്. ചർച്ചയ്ക്ക് ശേഷം ശരത് പവാർ രാഹുലിനെ ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ് ട്വിറ്ററിൽ വിശേഷിപ്പിച്ചത്. ഒരു നേതാവെന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ശരത് പവാറിനെ എത്രത്തോളം കൂടിക്കാഴ്ചയിൽ സ്വാധീനിച്ചെന്ന് ട്വിറ്ററിലെ കുറിപ്പ് വ്യക്തമാക്കുന്നു. അർത്ഥവത്തായ കൂടിക്കാഴ്ച എന്നാണ് കോൺഗ്രസ് അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയെ NCP തലവൻ വിശേഷിപ്പിച്ചത്.